ഹായ് ഫ്രണ്ട്സ്, ചെമ്പകപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അതിന് കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കനെല്ലാം ഒന്ന് വറുത്തെടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ പീസുകളെല്ലാം അങ്ങ് നിരത്തി വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ വറുത്തതിന് ശേഷം കറി വെക്കുന്നതാണ് രുചി കൂടുതലുള്ളത്. വറുക്കാതെ കറി വെക്കുന്നതിലും നല്ല രുചിയുണ്ട് വറുത്തിട്ട് കറി വെക്കുകയാണെങ്കിൽ. ചിക്കൻ വറുത്തെടുക്കുമ്പോഴേക്കും നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കൂടി വഴറ്റിയെടുക്കാം. സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതുകൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. മുളക് പൊടി ചേർക്കാം. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ കുറേ നേരം എടുക്കേണ്ടി വരുന്നത്. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, ചെറിയ സ്പൂണാണേ. ചിക്കൻ കറിക്ക് കുറച്ച് മല്ലിപ്പൊടി മതി. ബീഫ് കറിയുടെ അത്രയും ചേർക്കണ്ടല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് കൂടി ഒഴിക്കാം. അപ്പോൾ അതിനൊരു പ്രത്യേക രുചി കിട്ടുവേ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ചിരുന്ന് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ആ വറുത്ത പാനിലേക്ക് തന്നെ ചെറിയ ഉള്ളിയും കടുകും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കുക. നമ്മുടെ ചിക്കൻ കറി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും കടുകും കൂടി മൂപ്പിച്ചെടുക്കുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. കറിവേപ്പില കൂടി വഴറ്റിയെടുത്തിട്ട് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കേട്ടോ. നന്നായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ടേ. സ്വാദുണ്ടോ നോക്കാം, ഉപ്പുണ്ടോ നോക്കണമല്ലോ. സൂപ്പറാണേ, ചിക്കൻ കറി സൂപ്പറായിട്ടുണ്ട് കേട്ടോ.
ചിക്കൻ കറി മണ്ണ് കഞ്ഞി എടുത്തു. ചിക്കൻ്റെ കൂടെ മുത്തി വറുത്തങ്ങനെ കൂട്ടും. ഒരു തവിയെ കഴിക്കുള്ളൂ ഞാൻ. മത്തി വറുത്തതുണ്ട്. മത്തി വറുത്ത വേണം എന്നോട് വറുത്തത്. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണേ. എല്ലാവരും കൂടെ കഴിച്ചോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.